PRDയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ നടപടി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് വിശദീകരണം തേടി. TN പ്രതാപൻ MPയുടെ പരാതിയിലാണ് നടപടി ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ ചീഫ് സെക്രട്ടറിയിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുന്നത്. ഇതിൽ തന്നെ PRDയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തുവെന്നായിരുന്നു ഈ പരാതി നൽകിയിരുന്നത്. അതായത് ഈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനം നിലവിൽ വന്നതിന് ശേഷവും ഈ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം ഇത്തരത്തിലുള്ള ഈ ഒരു ബ്രോഷർ നൽകിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഈ TN പ്രതാപൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നിന്നും അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ പബ്ലിക് റിലേഷൻ വകുപ്പിനോട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കാനും ഈ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ TN പ്രതാപൻ വ്യക്തമാക്കിയിരുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ ചിലവിലാണ് ഇത്തരത്തിൽ ഈ ഓരോ വീടുകളിലും ഈ ബ്രോഷർ, മൾട്ടി കളറിലുള്ള ബ്രോഷർ നൽകിയിരുന്നത്. അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ നിയമസഭാ പ്രസംഗം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുമുന്നണി ഇത് ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് കൃത്യമായും ഈ ഒരു നിയമസഭാ പ്രസംഗം ഉൾപ്പെടുത്തിയ ഈ ബുക്ക്ലെറ്റ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത്. ഇതിൽ തന്നെ കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഇത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ പ്രതാപൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് പാവപ്പെട്ട സാധാരണക്കാർക്കായിട്ടുള്ള ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും നടപ്പിലാക്കാത്ത സർക്കാർ തങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് വേണ്ടിയും ഇത്തരത്തിൽ സർക്കാരിന്റെ തുക ചെലവാക്കിക്കൊണ്ട് എല്ലാ വീടുകളിലേക്കും ഇത്തരത്തിലൊരു ബുക്ക്ലെറ്റ് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ ചിത്രം അച്ചടിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്ക്ലെറ്റ്. അത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. PRDയുടെ പേരിലാണെങ്കിലും കൃത്യമായും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടഭ്യർത്ഥന കൂടിയാണ് ഇതെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ TN പ്രതാപൻ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ആ പരാതിയിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടലംഘനമായി വരുന്ന ഒരു തരത്തിലുള്ള നടപടികളും ഇനി ഈ വകുപ്പിൽ നിന്നും ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.